ഒരു സന്തോഷമായിരുന്നു. എല്ലാവരും ഒന്നിച്ച് ജീവിച്ചു. ഒരു മരണമോ ഒരു ശവടക്കോ ഒരു കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നു, പോകുന്നു, മാസയോഗം ഒരുമിച്ച് കുക്ക് ചെയ്യുന്നു. ഭയങ്കര സന്തോഷം. വണ്ടി അന്ന് നടന്നാണ് പോകുക. നടന്നു പോകുമ്പോൾ ഇങ്ങനെ യോഗം കഴിഞ്ഞ് രാത്രി ചൂട്ടായിട്ട് നടന്നു പോകുമ്പോൾ ഓർമ്മയുള്ള കുറേ പേരെങ്കിലുമൊക്കെ പ്രായമുള്ളവരെ ഞാൻ കാണുന്നുണ്ട്. നടന്നു പോകുമ്പോൾ ഒരിടത്ത് ഇന്ന് വർത്താനം പറയും, പിന്നെ അവരെ കയറ്റി വിട്ടിട്ട് അടുത്ത വീട്ടിൽ ചെന്ന് വർത്താനം പറയും. ഏറ്റവും ലാസ്റ്റിലെ ആൾ ചെല്ലുമ്പോഴത്തേന് നേരം വെളുക്കും. അത് ഇങ്ങനെ നടന്നു പോവുകയാണ്. എന്തോരം വർത്താനമൊക്കെ പറഞ്ഞാലും തീരാതെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു പോകും. പിന്നെ വാഹനങ്ങളായപ്പോൾ ഇന്ത്യൻ മണ്ണിൽ ഓടിയ പ്രധാനപ്പെട്ട 2 വാഹനമുണ്ട്. ഒന്ന് ജീപ്പായിരുന്നു. ഒരു ജീപ്പയിൽ എത്ര പേരെ കയറ്റാം? 30 പേരെയൊക്കെ ഞങ്ങൾ കയറ്റിയിട്ടുണ്ട്. എവിടെ കയറിയെന്ന് ചോദിക്കരുത്, എവിടെയൊക്കെയോ കയറ്റി വെച്ചു, വയലിലും സൈഡിലും അല്ല. ഈ ജീപ്പ് ഓടിക്കുന്ന ഞാൻ ട്രിപ്പ് അടിച്ച് ശുശ്രൂഷ തുടങ്ങിയ ഒരാളാണ്. എൻ്റെ മെയിൻ ജോലി ട്രിപ്പ് അടിയായിരുന്നു. ഈ സ്ഥിരമായിട്ട് ട്രിപ്പ് അടിച്ച ഒരു കുഴപ്പമുണ്ട്, ഒരാളും വണ്ടിയിലില്ലെങ്കിലും നമ്മുടെ പകുതി ജീപ്പിൻ്റെ പുറത്തായിരിക്കും. കാരണം നമുക്ക് അങ്ങനെ ഓടിക്കാൻ അറിയത്തുള്ളൂ. ഇങ്ങനെ ചരിഞ്ഞിരുന്ന് കണ്ടിട്ടില്ലേ? ഞങ്ങളൊക്കെ അങ്ങനെ ജീപ്പ് ഓടിച്ചതാണ്. ഒരാളും വണ്ടിയിൽ നേരെ ഇരിക്കാൻ അറിയത്തില്ല. ഒരു പാതി എപ്പോഴും പുറത്തായിരിക്കും. അങ്ങനെ ഈ ആളെ എല്ലാം കൂടെ തിങ്ങി കയറ്റി ഇങ്ങനെ ജീപ്പ്. എന്നാൽ പിന്നെ അംബാസഡർ കാറായിരുന്നു അടുത്തൊരു കാർ. അംബാസഡർ കാറെ കാണുകയാണെങ്കിലും സന്തോഷമാണ്. നീ ഒന്ന് ചരിഞ്ഞിരുന്നേ, നീ ഒന്ന് കുനിഞ്ഞിരുന്നേ, നീ ഇങ്ങനെ ഒന്നിരുന്നേന്ന് പറഞ്ഞാലും 5-8 പേരെ കയറ്റി വെക്കാറ്. അപ്പം കുറെ കഴിഞ്ഞപ്പോൾ ഒരു കാറ് വന്നു. അതാണ് മാരുതി കാർ. സഞ്ജയ് ഗാന്ധിയുടെ ഒരു ആശയമാണ് എ സ്മോൾ ഫാമിലി സ്മോൾ കാർ. 2 കാറ് 2 പേർക്ക് 2 കുഞ്ഞുങ്ങളും. അങ്ങനെയാണ് ഈ 2 കുഞ്ഞുങ്ങൾ വന്നത്. എങ്ങനെ? മാരുതി കാർ മേടിക്കാൻ വേണ്ടി എല്ലാവരും എണ്ണം കുറച്ചു. പിള്ളേരുടെ എണ്ണം കുറച്ച്. അങ്ങനെ ഭാര്യയും ഭർത്താവും 2 മക്കളുമായിട്ട് പോട്ടെ, അവരെങ്കിലും പോവല്ലോ, കാലം മുമ്പോട്ട് പോയി. അപ്പം ചേച്ചി പറഞ്ഞു ഞാനും ഡ്രൈവിങ് പഠിക്കുക. അങ്ങനെ പുള്ളിക്കാരത്തിൽ ഡ്രൈവിങ് പഠിച്ചു. അപ്പോൾ അവർ ഒരു കാർ എടുത്തു. എന്നും യോഗത്തിന് പോകുമ്പോൾ താമസിക്കുന്ന ആരാണ്? താമസിച്ചിറങ്ങുന്നത് അമേരിക്കയിൽ അങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇന്ത്യയിൽ താമസിച്ചിറങ്ങുന്ന ആരാണ്? ചേച്ചിമാരാണ് അല്ലേ? അവരെ കുറ്റം കറിയത്തില്ല. അച്ഛനങ്ങ് ചാടി ഇറങ്ങി പോയാൽ മതി. എന്നാന്നറിയാമോ? അവർക്ക് കൊച്ചിൻ്റെ കുപ്പിപ്പാൽ എടുക്കണം, കൊച്ചിൻ്റെ അത് എടുക്കണം, ഡ്രസ്സ് എടുക്കണം, പൂട്ടണം, ഗ്യാസ് ഓഫ് ചെയ്യണം. ഇങ്ങനെയൊക്കെ കുളിച്ചിട്ട് കയറി ഇരുന്നാൽ പോരെ, മതി. അപ്പം പുള്ളിക്കാരത്തി ചാടി ഇറങ്ങി വരുന്നു. ഇപ്പം ലേറ്റായി, നീ വരുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ചേട്ടൻ പോകുന്നേ പൊക്കോ, ഞാൻ എൻ്റെ കാറേ വന്നോളാം എന്ന് പറഞ്ഞു. അപ്പം മറ്റേ ഒന്നിച്ചെങ്കിൽ ഇവരെങ്കിലും പോകത്തില്ല, അവർ പുറകെ വന്നു. അപ്പം അച്ചാച്ചൻ അവളോട് ചോദിച്ചു മോളെ നീ എൻ്റെ കൂടെ വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു പപ്പ പൊക്കോ, ഞാൻ എൻ്റെ സ്കൂട്ടിയെ വന്നോളാം. അവൾക്കൊരു മോപ്പണുണ്ട്. മോനെ നീ വരുന്നോളാന്ന് ചോദിച്ചാൽ പറഞ്ഞു അവനൊരു ന്യൂജൻ ബൈക്കുണ്ട്, ഞാൻ എൻ്റെ ബൈക്കേ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ മോട്ടോർ ബൈക്കേ വന്നു, മോള് കുറച്ച് മോപ്പടെ പോയി, അമ്മാമ്മ പുറകെ കാറേ വന്നു, അച്ഛൻ്റെ വണ്ടിയെ പോയി. എന്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്? അകലം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആകെപ്പാടെ വർത്തമാനം പറയാൻ വേണ്ടി ഒറ്റ വഴിയുണ്ട്. വല്ല ബർത്ത്ഡേക്കോ ഒരു വെഡിങ് ആനിവേഴ്സറിക്കോ ഹോട്ടലിൽ കഴിക്കാൻ പോയി. ഹോട്ടലിൽ കഴിക്കാൻ പോകുന്നത് എന്ത് പറയാൻ വേണ്ടിയാ? വർത്തമാനം പറയാൻ വേണ്ടിയാ. പക്ഷെ അവിടെ ആരും മിണ്ടുന്നില്ല. എല്ലാവരും അവരവരുടെ ഫോണിൽ ഇരുന്ന് ആരോടൊക്കെയും മിണ്ടും.